ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റഡി മേറ്റ്. ഈ വീഡിയോയിൽ ഫസ്റ്റ് സെമസ്റ്റർ ബികോം മലയാളത്തിലെ അനുഭവ വ്യാഖ്യാനങ്ങൾ എന്ന ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ ചാപ്റ്ററായ എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്ന ആത്മകഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് എം കുഞ്ഞാമനാണ്. പാലക്കാട് ജില്ലയിലെ വാടാനംകുറിശ്ശിയിലാണ് അദ്ദേഹം ജനിച്ചത്. രാഷ്ട്രപതിയായിരുന്ന KR നാരായണന് ശേഷം ഒന്നാം റാങ്ക് ലഭിച്ച ആദ്യ ദളിത് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ജാതിയുടെ പേരിൽ വേർതിരിവ് കാണിച്ചിരുന്ന കാലത്ത് ജനിച്ചതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ദാരിദ്ര്യം, വിശപ്പ്, അവഗണന എല്ലാം നേരിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ എതിര് എന്ന ആത്മകഥയിലെ ഒന്നാം അധ്യായമാണ് എന്നെ പാണൻ എന്ന് വിളിക്കരുത്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഓർമ്മകളാണ് ഈ അധ്യായത്തിൽ പങ്കുവെക്കുന്നത്. സമുദായത്തിൽ താഴ്ന്ന ജാതിയായിരുന്നു കുഞ്ഞാമൻ്റേത്. അച്ഛൻ അയ്യപ്പൻ, അമ്മ ചെറോണയുമാണ്. എച്ചിലെടുത്തും അത് തിന്നുമാണ് ജീവിതം നയിച്ചിരുന്നത്. അച്ഛൻ കന്നുപൂട്ടാൻ പോകുമായിരുന്നു. കടുത്ത ദാരിദ്ര്യവും അടിച്ചമർത്തപ്പെട്ട ജാതിയുമായിരുന്നു. വിശപ്പ് കാരണം വയറു കാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ലായിരുന്നു. തൊടിയിൽ മണ്ണ് കൊയ്ച്ച് ഇലയിൽ ഒഴിച്ചു തരും. 14 വയസ്സുള്ളപ്പോൾ കുഞ്ഞാമൻ തൻ്റെ വീടിനടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നു. അവിടെ മണ്ണിൽ കുഴിച്ച് കഞ്ഞി ഒഴിച്ചു കൊടുത്തു. അവിടെ ഭയങ്കരനായ ഒരു പട്ടി ഉണ്ടായിരുന്നു. അവിടുത്തെ വീട്ടുകാർ കുഞ്ഞാമനോടൊപ്പം കഞ്ഞി കുടിക്കാനായി പട്ടിയോട് പറഞ്ഞു. കുഴിയുടെ അടുത്തേക്ക് കുരച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ കുഞ്ഞാമനെ കടിച്ചു മാറ്റി. ഒരു മനുഷ്യനും പട്ടിയും തമ്മിലുള്ള ബന്ധമല്ലായിരുന്നു അത്. 2 പട്ടികളുമായുള്ള ബന്ധമായിരുന്നു സമുദായം ഇവിടെ നൽകിയത്. ഓലക്കുട ഉണ്ടാക്കലായിരുന്നു പാണൻ സമുദായത്തിലെ കുലത്തൊഴിൽ എന്ന് പറയുന്നത്. ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ സദ്യയോ അടിയന്തരമോ ഉണ്ടാകുമ്പോൾ വാഴയില മുറിച്ചു കൊടുക്കുന്നത് അവരായിരുന്നു. സദ്യ കഴിഞ്ഞാൽ ബാക്കിയുണ്ടാകുന്ന എച്ചിൽ കളയാതെ അവർ ആർത്തിയോടെ എടുത്തു കഴിക്കും. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചില സഹപാഠികളുടെ വീട്ടിൽ സദ്യയുണ്ടാകും. അത് അവർ കാണുകെ എച്ചിലിനായി മത്സരിക്കുകയും അത് ആർത്തിയോടെ കഴിക്കുകയും അപകർഷാബോധമുണ്ടാക്കിയിരുന്നു. വിശപ്പിൻ്റെ കാളൽ എല്ലാ ലജ്ജകളെയും ശമിപ്പിക്കുന്നതായിരുന്നു. വിശപ്പിൻ്റെ മുന്നിൽ ആത്മാഭിമാനത്തിന് സ്ഥാനമില്ല എന്ന് ഇവിടെ കാണിക്കുന്നു. കുഞ്ഞാമൻ സ്കൂളിൽ പോയിരുന്നത് പഠിക്കാനായിരുന്നില്ല, മറിച്ച് ഒരു നേരത്തെ ആഹാരത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിൽ പുസ്തകവും സ്ലേറ്റും ഷർട്ടുമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പിഞ്ഞാണം മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ഹൈസ്കൂളിലായതുകൊണ്ട് തന്നെ എല്ലാ ദിവസമൊന്നും ഭക്ഷണം കിട്ടുമായിരുന്നില്ല. പക്ഷെ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ലക്ഷ്മിയെടുത്തി ഒരു കടലാസിൽ പൊതിഞ്ഞ് കുഞ്ഞാമന് വേണ്ടിയിട്ട് മാറ്റി വെക്കുമായിരുന്നു. അത് അവൻ എടുത്തു കൊണ്ടുപോയി മൂത്രപ്പുരയിലിരുന്ന് കഴിക്കും. കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ കുഞ്ഞാമന് ഉപ്പുമാവ് കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ ലക്ഷ്മിയെടുത്തിയുടെ പണി പോകും. അതുകൊണ്ടാണ് അവൻ ആരും കാണാതെ മൂത്രപ്പുരയിലിരുന്ന് കഴിക്കുന്നത്. MAക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, എടാ, എൻ്റെ ഉപ്പുമാവ് തിന്നു പഠിച്ചിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത്. അതൊരു വലിയ യാഥാർത്ഥ്യമായിരുന്നു. ഭക്ഷണമായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാന പ്രശ്നം. അതിന് പരിഹാരം ലക്ഷ്മിയെടുത്ത് മാറ്റിവെക്കുന്ന ഭക്ഷണപ്പൊതിയായിരുന്നു. മറ്റൊരു ദേശത്ത് നിന്ന് സ്ഥലം മാറി വന്ന മലയാളം അധ്യാപകനുണ്ടായിരുന്നു അവരുടെ ദേശത്ത്. അദ്ദേഹത്തിൻ്റെ മക്കൾ കുഞ്ഞാമൻ്റെ കൂടെ തന്നെയാണ് സ്കൂളിൽ പഠിച്ചിരുന്നത്. ഒരു ദിവസം കുഞ്ഞാമൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. അവർ കഴിച്ച ഭക്ഷണത്തിൽ ബാക്കി വന്നതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞാമന് കൊടുത്തു. അതിന് സ്കൂളിൽ വെച്ച് ആ അധ്യാപകൻ കുഞ്ഞാമനെ ഭീകരമായി മർദ്ദിച്ചു. എന്താണ് കാരണമെന്നോ എന്തിനാണ് തന്നെ മർദ്ദിക്കുന്നത് എന്നോ ചോദിക്കാനുള്ള ശേഷി അന്ന് കുഞ്ഞാമന് ഉണ്ടായിരുന്നില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയവും ബഹുമാനവുമായിരുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം കുഞ്ഞാമനെ പേര് വിളിക്കില്ലായിരുന്നു. തൻ്റെ ജാതി പേരായ പാണൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഒരിക്കൽ ബോർഡിൽ കണക്ക് എഴുതി പാണൻ പറയടാ എന്ന് പറഞ്ഞു. സഹിക്കട്ട്, കുഞ്ഞാമൻ പറഞ്ഞു. സാർ, എന്നെ ജാതി പേര് വിളിക്കരുത്, കുഞ്ഞാമൻ എന്ന് വിളിക്കണം. എന്താടാ തന്നെ ജാതി പേര് വിളിച്ചാൽ എന്ന് ചോദിച്ച് ചെകിട്ടത്ത് ആഞ്ഞടിച്ചു അധ്യാപകൻ. പഠിക്കാനല്ല, കഞ്ഞി കുടിക്കാനാണ് സ്കൂളിൽ വരുന്നത് എന്ന് പരിഹസിച്ചു. അദ്ദേഹത്തിൻ്റെ പരിഹാസം നിറഞ്ഞ പ്രവൃത്തിയിൽ ദുഃഖിതനായ കുഞ്ഞാമൻ വീട്ടിലെത്തി അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം പിന്നീട് അവൻ സ്കൂളിൽ നിന്ന് കഞ്ഞിക്കുടി നിർത്തി. ഉച്ചഭക്ഷണ സമയത്ത് ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ പോയിരിക്കും. ഒരിക്കൽ അവനെ മർദ്ദിച്ച മാഷ് തൻ്റെ യഥാർത്ഥ പേര് വിളിച്ച് കഞ്ഞി കുടിക്കാൻ പറഞ്ഞു. അത് അവൻ നിരസിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ എന്ന് സാർ ചോദിച്ചു.
സാർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരുന്നത്. പക്ഷേ ഇനി എനിക്ക് കഞ്ഞി വേണ്ട, എനിക്ക് പഠിക്കണം എന്നാണ് കുഞ്ഞാമൻ പറഞ്ഞത്. ഇതവൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. കഞ്ഞി കുടിക്കാനല്ല, പഠിക്കാനാണ് സ്കൂളിൽ വന്നത് എന്ന് തിരിച്ചറിവുണ്ടായി. തുടർന്ന് അവൻ വായന തുടങ്ങി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലംസം ഗ്രാൻഡ് അച്ഛൻ ഒപ്പിട്ടു വാങ്ങി. 40 രൂപയായിരുന്നു. അത് വേണുമാഷ് അച്ഛൻ്റെ കയ്യിൽ നിന്നു വാങ്ങി കീശയിലിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ വെച്ചാൽ ഇത് കൊണ്ട് അരി വാങ്ങും. ഇത് അവനെ അടുത്ത കൊല്ലം കോളേജിൽ അയക്കാനുള്ളതാണ്. കോളേജ് എന്ന വാക്ക് കുഞ്ഞാമ്മൻ്റെ മനസ്സിൽ ആദ്യമായി വരുന്നത് അന്നായിരുന്നു. എനിക്കൊക്കെ കോളേജിൽ പോകാൻ പറ്റുമോ എന്നവൻ മാഷോട് ചോദിച്ചു. നിനക്ക് പറ്റും, നീ ഉയരത്തെത്തേണ്ടവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അവനക്ക് ആത്മവിശ്വാസം നൽകി. അങ്ങനെ റെയിൽവേയിൽ ജോലിയുള്ള ചാത്തുവിൻ്റെ സഹായത്തോടെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ അഡ്മിഷൻ കിട്ടി. കോളേജിൽ ചേരാൻ പോകുന്നതിനു മുമ്പ് അച്ഛനോട് യാത്ര പറയാൻ അവൻ ചെന്നു. പാടത്ത് കന്നുകൂട്ടുകയായിരുന്നു അദ്ദേഹം. കൈക്കോലിൻ്റെ വടക്കേ പടിഞ്ഞാറു ഭാഗത്ത് ഒരു പൊതിയുണ്ട്, അതെടുത്തോ എന്ന് അച്ഛൻ അവനോട് പറഞ്ഞു. 37 പൈസയുണ്ടായിരുന്നു അതിൽ. അതാണ് ജീവിതത്തിലെ കുഞ്ഞാമ്മൻ്റെ ആദ്യത്തെ മുടക്കുമുതൽ. കോളേജ് കാലം വളരെ വ്യത്യസ്തമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ധാരാളം വായിക്കുമായിരുന്നു. മാർക്സ്, റസ്സൽ, വിവേകാനന്ദൻ തുടങ്ങിയവരുടെ കൃതികളായിരുന്നു വായിച്ചിരുന്നത്. അടിച്ചമർത്തപ്പെട്ട് സാമൂഹികാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു വായനയുടെ ഉദ്ദേശം. റസ്സലിൻ്റെ യുക്തിചിന്ത ഏറെ അവനെ സ്വാധീനിച്ചു. കോളേജിൽ ജാതിയുടെ പേരിലുള്ള വേർതിരിവ് കുറവായിരുന്നു. കൂടുതൽ സമയം വായിക്കാനും പഠിക്കാനും ചിലവഴിച്ചു. പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സായി. ആ വിവരം തൻ്റെ കോളേജിലെ അധ്യാപികയോട് അറിയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ജന്മിയുടെ മകളായ അധ്യാപിക അവനോട് ചോദിച്ചത് ഏതു വിഷയത്തിലാണ് തോറ്റത് എന്നാണ്. ജന്മിയുടെ വീട്ടുകാർക്ക് താഴ്ന്ന ജാതിക്കാർ കോളേജിൽ പോയത് ഇഷ്ടമായില്ല. കോളേജിൽ ചേർന്നതോടെ നാട്ടിലുള്ളവർക്ക് അവനോട് മനോഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നു. അങ്ങനെ അവൻ BAക്ക് ചേർന്നു. വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ വായനയിൽ തന്നെ ശ്രദ്ധ ചെലുത്തി. മാർക്സിസം, വിവേകാനന്ദൻ വായന വിപുലമായി. സ്വന്തം ആളുകളെക്കുറിച്ചോർത്ത് എപ്പോഴും ഒരു അലട്ടൽ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് റസ്സലിൻ്റെ കൃതികളും ജീവചരിത്രവും അവൻ കൂടുതലായി വായിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം അവനെ ആകർഷിച്ചു. BAക്ക് പഠിക്കുമ്പോൾ കഥയും ലേഖനവും എഴുതുമായിരുന്നു. വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഒരു നാടകം എഴുതി. ഒരുപാട് പേർക്ക് അത് പ്രചോദനമായി. ജനകീയ സാംസ്കാരിക പ്രസ്ഥാനക്കാരും മറ്റും അവനെ അന്വേഷിച്ചു വന്നു. പിന്നീട് അത് അപകടമാകും എന്ന തോന്നൽ ആ നാടകത്തെ അവൻ തന്നെ നശിപ്പിച്ചു. വിക്ടോറിയയിൽ തന്നെയായിരുന്നു MAയും പൂർത്തിയാക്കിയത്. 1974 MA പാസ്സായി. സാമ്പത്തിക ശാസ്ത്രത്തിന് 1ാം റാങ്ക് ഉണ്ടായിരുന്നു. AR നാരായണന് ശേഷം ആദ്യമായി 1ാം റാങ്ക് കിട്ടിയ ദളിത് വിദ്യാർത്ഥി എന്നൊക്കെ പത്രത്തിൽ വാർത്ത വന്നു. ഫലം അറിയുന്നതിന് മുമ്പ് അവൻ സർവകലാശാലയിൽ ചെന്ന് റാങ്ക് അന്വേഷിച്ചു. അവിടെ വെച്ച് MAക്ക് അവൻ്റെ കൂടെ പഠിച്ച ഒരാളെ ആകസ്മികമായി കണ്ടു. ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു അയാൾ. ക്ലാസ്സിൽ വില കൂടിയ ജീൻസും പാൻസും ഷൂസുമൊക്കെ ധരിച്ച് ടിപ്പ് ടോപ്പിലേ വരൂ. റാങ്ക് വിവരം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എടാ, നിനക്ക് ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അത് എന്താ എന്ന് കുഞ്ഞാമ്മൻ തിരിച്ചു ചോദിച്ചു. കാരണം നീ ഒരു കഴുതയാണ്. 1ാം റാങ്ക് കഴുതകൾക്കുള്ളതാണ്. നീ കഴുതയെപ്പോലെ പഠിക്കുന്നതുകൊണ്ടാണ് നിനക്ക് 1ാം റാങ്ക് കിട്ടിയത് എന്ന് അവൻ പറഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കുഞ്ഞാമ്മൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. അങ്ങനെ കുഞ്ഞാമ്മനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കൊണ്ടോട്ടിയിലാണ് വീട്. സമ്പന്നനായി പ്രത്യക്ഷപ്പെട്ടിരുന്ന അവനുണ്ടായിരുന്നത് 2 സെൻറ്റിൽ ഒരു ചെറ്റപ്പുര. അവിടെ ഉമ്മയും അനിയന്മാരും അനിയത്തിമാരുമുണ്ടായിരുന്നു. രാത്രി കിടക്കുമ്പോൾ അവൻ കുഞ്ഞാമ്മനോട് പറഞ്ഞു, എടാ, ഞാൻ അന്ന് കോളേജിൽ തിരിച്ചു വന്ന വേഷമെല്ലാം കടം വാങ്ങിയതാണ്. കടം കിട്ടണമെങ്കിൽ നല്ല വേഷത്തിൽ വരണം. നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളിൽ നിന്ന് ഭിന്നമായ ഒരു മനോഭാവത്തോടെ മുന്നിൽ നിൽക്കുന്നതായി കുഞ്ഞാമ്മന് അനുഭവപ്പെട്ടു. ആ ക്യാരക്ടർ കുഞ്ഞാമ്മനെ വളരെയധികം സ്വാധീനിച്ചു. 1ാം റാങ്ക് കിട്ടിയപ്പോൾ കുഞ്ഞാമ്മനെ അനുമോദിക്കാൻ പാലക്കാട്ട് വലിയൊരു സമ്മേളനം നടന്നു. മന്ത്രി MN ഗോവിന്ദൻ നായരും TK ദിവാകരനും വന്നു. അന്ന് കിട്ടിയ സ്വർണ്ണ മെഡൽ പാലക്കാട്ട് നിന്ന് വാടാനംകുറിശ്ശിയിലെത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ പണയം വെച്ചു. വീട്ടിലെ കൊടും പട്ടിണി കാരണം 10 ദിവസം കഴിഞ്ഞ് അത് വിൽക്കുകയും ചെയ്തു.
അതുകൊണ്ട് തന്നെ റാങ്ക് വലിയൊരു കാര്യമായി കുഞ്ഞാമന് അനുഭവപ്പെട്ടില്ല. വയറു വിശക്കുന്നവന് അഭിമാനമില്ല, ദരിദ്രർക്ക് അഭിമാനമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ദുരഭിമാനമാണ്. സമ്പത്തുള്ളവന് സ്വാതന്ത്ര്യമുള്ളൂ. അതൊരിക്കലും കുഞ്ഞാമന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നാട്ടിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ധൈര്യമുണ്ടായിരുന്നു, ആത്മാഭിമാനമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ജീവിതത്തിൽ കുഞ്ഞാമന് ഇപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. തലച്ചോറല്ല, ശരീരത്തിൻ്റെ പ്രധാന അവയവം വയറാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാത്തവന് അഭിമാനം എന്നൊന്നുമില്ല. ഈ ഒരു അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു ഓൾ.